ഭൂഗർഭ ശിവക്ഷേത്രം ഹംപിയിലെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രങ്ങളിലൊന്നാണ്. പ്രസന്ന വിരൂപാക്ഷ ക്ഷേത്രം എന്നും അറിയപ്പെടുന്നു. വിജയനഗര സാമ്രാജ്യത്തിന്റെ ഭരണകാലത്ത് പണികഴിപ്പിച്ചതാണ് ഈ ക്ഷേത്രം. പ്രസന്ന വിരൂപാക്ഷ ക്ഷേത്രം AD 14 നൂറ്റാണ്ടിലേതാണ്. ശിവന്റെ അവതാരമായ പ്രസന്ന വിരൂപാക്ഷനാണ് ഈ ക്ഷേത്രം സമർപ്പിച്ചിരിക്കുന്നത്. പച്ച പുതച്ച മനോഹരമായ പുൽത്തകിടിയിലാണ് ക്ഷേത്രം നിലകൊള്ളുന്നത്. 1980കളുടെ ദശകത്തിൽ കണ്ടെത്തുന്നതിന് മുമ്പ് 400 വർഷത്തിലേറെയായി ഈ ക്ഷേത്രം മണ്ണിന് അടിയിലായിരുന്നു. വിജയനഗര ഭരണാധികാരി കൃഷ്ണദേവരായർ ഈ ക്ഷേത്രത്തിന് ധാരാളം സംഭാവനകൾ നൽകിയതായി വിശ്വസിക്കപ്പെടുന്നു. ഹംപി ബംഗളൂരുവിൽ നിന്ന് 340 കിലോമീറ്ററും വടക്ക് തുംഗഭദ്ര നദിയുടെ തീരത്ത് കർണാടകയിൽ സ്ഥിതി ചെയ്യുന്നു. 40 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള 1600-ലധികം സ്മാരകങ്ങളുള്ള ഹംപി ഒരു ലോക പൈതൃക സ്ഥലവും ലോകത്തിലെ ഏറ്റവും വലിയ ഓപ്പൺ എയർ മ്യൂസിയവുമാണ്. രാമായണത്തിൽ കിഷ്കിന്ധ എന്ന് വിളിക്കപ്പെടുന്ന ഹംപിക്ക് ആയിരക്കണക്കിന് വർഷങ്ങളുടെ പുരാതന ചരിത്രമുണ്ട്. ഇന്നത്തെ അവശിഷ്ടങ്ങളിൽ ഭൂരിഭാഗവും 1336 മുതൽ 1565 കാലഘട്ടത്തിൽ വിജയനഗര രാജാക്കന്മാരാണ് നിർമ്മിച്ചത്. ഹംപി ഒരു കാലത്ത് ഏറ്റവും സമ്പന്നമായിരുന്നു, ലോകത്തിലെ ഏറ്റവും വലിയ നഗരമായി കണക്കാക്കപ്പെട്ടിരുന്നു. യൂറോപ്യൻ, പേർഷ്യൻ സഞ്ചാരികളുടെ ചരിത്രമനുസരിച്ച് ഹംപിയിൽ വജ്രങ്ങൾ, മുത്തുകൾ, പട്ടുകൾ, ചിത്രപ്പണികളോടുകൂടിയ വസ്ത്രങ്ങൾ എന്നിവയുടെ സമർപ്പിത വ്യാപാര വിപണികളുണ്ടായിരുന്നു. കൂടാതെ സമ്പന്നമായ കൊട്ടാരങ്ങൾ, അത്ഭുതകരമായ ക്ഷേത്രങ്ങൾ, രാജകീയ ക്വാർട്ടേഴ്സുകൾ, വിദേശദൂതന്മാർക്കുള്ള എംബസികൾ, കൂറ്റൻ കോട്ടകൾ, വലിയ കുളങ്ങൾ, ജലപരിപാലനം എന്നിവ ഉണ്ടായിരുന്നു. ജലസംഭരണികൾ, പവലിയനുകൾ, തൊഴുത്തുകൾ, നദീതീര സവിശേഷതകൾ, തൂണുകളുള്ള ഹാളുകൾ, മണ്ഡപങ്ങൾ, സ്മാരക ഘടനകൾ, ഗേറ്റ്വേകൾ, പ്രതിരോധ ചെക്പോസ്റ്റുകൾ എന്നിവയെല്ലാം ഹംപിയിലുണ്ടായിരുന്നു. വിരൂപാക്ഷ ക്ഷേത്രം ഹംപിയിലെ ഒരു പവിത്രവും ചരിത്രപരവുമായ സ്ഥലമാണ്. അത് ഇന്ത്യയുടെ സമ്പന്നമായ സംസ്കാരത്തിലേക്കും പൈതൃകത്തിലേക്കും ഒരു നേർക്കാഴ്ച നൽകുന്നു. ഈ ക്ഷേത്രം ശിവനും അദ്ദേഹത്തിന്റെ പത്നിയായ പാർവതിക്കുമായി സമർപ്പിച്ചിരിക്കുന്നു. കൂടാതെ നിരവധി ഐതിഹ്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വ്യത്യസ്ത പ്രദേശങ്ങളിൽ നിന്നും സംസ്കാരങ്ങളിൽ നിന്നുമുള്ള ഘടകങ്ങൾ സമന്വയിപ്പിച്ച വാസ്തുവിദ്യയുടെ സവിശേഷ ശൈലിയും ക്ഷേത്രത്തിനുണ്ട്. മിക്കവാറും എല്ലാ സമയത്തും ശ്രീകോവിലും ക്ഷേത്രത്തിന്റെ പ്രധാന ഭാഗങ്ങളും വെള്ളത്തിനടിയിലാണ്. ഇത് ഉൾപ്രദേശങ്ങളിലേക്കുള്ള പ്രവേശനം നിയന്ത്രിക്കുന്നു. ക്ഷേത്രത്തിനടുത്തായി ശിവപത്നിക്കായി ഒരു ചെറിയ ക്ഷേത്രമുണ്ട്. കല്യാണ മണ്ഡപം മനോഹരമായ ഒരു ഘടനയാണ്. ഹംപിയിലെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണിതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ക്ഷേത്രത്തിൽ ഒരു അന്തരാളത്തോടൊപ്പം ഒരു ഗർഭഗൃഹവുമുണ്ട്. ക്ഷേത്രത്തിൽ ഒരു ആരാധന മണ്ഡപവും ഒരു മഹാമണ്ഡപവും ഉണ്ട്. മുൻവശത്തെ മണ്ഡപത്തിൽ മേൽക്കൂരയിലൂടെ നീണ്ടുനിൽക്കുന്ന ഒരു ധ്വജസ്തംഭവുമുണ്ട്. ഹംപിയിലെ മിക്ക ക്ഷേത്രങ്ങളിലും കാണുന്ന കൊത്തുപണികളുള്ള തൂണുകളിൽ നിന്ന് വ്യത്യസ്തമായി ക്ഷേത്രത്തിന്റെ തൂണുകൾ കാഴ്ചയിൽ ലളിതവും കടുപ്പമേറിയതുമാണ്. 1513-ൽ ശ്രീകൃഷ്ണദേവരായൻ തന്റെ പട്ടാഭിഷേകത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിന് നൽകിയ സംഭാവന മണ്ഡപത്തിലെ ഒരു സ്ലാബിലെ ലിഖിതങ്ങളിലുണ്ട്. വിജയനഗര രാജാവായ കൃഷ്ണദേവരായൻ നാഗൽപുരയും മറ്റ് ഗ്രാമങ്ങളും സംഭാവന ചെയ്തു എന്നതൊഴിച്ചാൽ ക്ഷേത്രത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ച് വളരെ കുറച്ചേ അറിയൂ. അതിലൂടെ ഗ്രാമവാസികൾക്ക് തന്റെ മാതാപിതാക്കളായ നർസനായകയുടെയും നാഗാജിദേവിയുടെയും ഗുണത്തിനായി ദൈവത്തെ ആരാധിക്കാനും വഴിപാടുകൾ നടത്താനും കഴിയും. ഒരു സിദ്ധാന്തം അനുസരിച്ച് ക്ഷേത്രത്തിന്റെ വടക്ക് കിഴക്ക് നാഗകല്ലുകളുടെ ശേഖരം ഉള്ളതിനാൽ നാഗാരാധനയുമായി ബന്ധപ്പെട്ട പ്രധാന ക്ഷേത്രം പ്രസന്ന വിരൂപാക്ഷനായിരിക്കാം. രാജകീയ കേന്ദ്രത്തിലെ പല പാർപ്പിട നിർമ്മിതികളുമായുള്ള അടുപ്പം കാരണം രാജാവിന്റെ വീട്ടിലെ അംഗങ്ങൾ ക്ഷേത്രം ഉപയോഗിച്ചിരിക്കാമെന്ന് മറ്റുള്ളവർ അനുമാനിക്കുന്നു. ഇത്രയും ഇരുണ്ടതും കഠിനവുമായ ഒരു ഘടനയ്ക്ക് ഡിലൈറ്റ് വിരൂപാക്ഷ എന്ന പേര് നൽകിയത് എന്തുകൊണ്ടാണെന്ന് ആർക്കും വിശദീകരിക്കാൻ കഴിയില്ല. പ്രസന്ന വിരൂപാക്ഷ ക്ഷേത്രത്തിന്റെ അകത്തെ ഭാഗങ്ങൾ വർഷത്തിൽ ഭൂരിഭാഗവും വെള്ളത്തിനടിയിലാണ്. ഇതിന് പിന്നിലെ കൃത്യമായ കാരണം അറിയില്ല. ക്ഷേത്രത്തിന്റെ ഈ പ്രത്യേകതയെക്കുറിച്ച് പ്രാദേശിക വൃത്തങ്ങളിൽ വ്യത്യസ്ത കഥകൾ പറയുന്നുണ്ട്. ക്ഷേത്രത്തിൽ വെള്ളം കയറാൻ ഒരു ഇൻലെറ്റും ഔട്ട്ലെറ്റും ഉണ്ടെന്നതാണ് പ്രചാരത്തിലുള്ള ഒരു കഥ. തുംഗഭദ്ര നദിയിൽ നിന്നാണ് ക്ഷേത്രത്തിനകത്ത് വെള്ളം ഒഴുകുന്നത് എന്നും പറയുന്നു. മഴക്കാലത്ത് നദിയിലെ തടയണ വെള്ളം തുറന്നുവിടുമ്പോൾ ക്ഷേത്രത്തിനുള്ളിൽ ജലനിരപ്പ് ഉയർന്നു എന്നും പറയുന്നു. ഹംപിക്ക് വിമാനത്താവളമില്ല. ബല്ലാരിയാണ് വിമാനത്താവളമുള്ള ഏറ്റവും അടുത്തുള്ള പട്ടണം. ഹംപിയിൽ നിന്ന് ഏകദേശം 64 കിലോമീറ്റർ അകലെയാണ് ബല്ലാരി സ്ഥിതി ചെയ്യുന്നത്. ബല്ലാരിയിൽ നിന്ന് ഹംപിയിലെത്താൻ നിരവധി പ്രാദേശിക ഗതാഗത മാർഗങ്ങളുണ്ട്. റെയിൽ വഴി ഹംപിക്ക് സ്വന്തമായി ഒരു റെയിൽവേ സ്റ്റേഷനില്ല. ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ഹോസ്പേട്ട് നഗരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിനെ ഹോസ്പേട്ട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ എന്ന് വിളിക്കുന്നു. ഹംപിയിൽ നിന്ന് 10 കിലോമീറ്റർ അകലെയാണ് ഹൊസബേട്ട. ഹൊസബേട്ടയിൽ നിന്ന് ഹംപിയിലെത്താനുള്ള ഏറ്റവും എളുപ്പമാർഗം ബസ്സിൽ കയറുക എന്നതാണ്. ഹൊസബേട്ടയിൽ നിന്ന് ഹംപിയിലെത്താൻ മറ്റ് ചില പ്രാദേശിക ഗതാഗത മാർഗങ്ങളുമുണ്ട്. സന്ദർശകർക്ക് അവ പ്രയോജനപ്പെടുത്താം. റോഡ് വഴി ഹംപിക്ക് നല്ലൊരു റോഡ് ശൃംഖല ഉള്ളതിനാൽ ഈ ശൃംഖലയുടെ സഹായത്തോടെ നിരവധി പട്ടണങ്ങളിലേക്കും നഗരങ്ങളിലേക്കും ഇത് നന്നായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഹംപിയിൽ നിന്നും കർണാടകയിലെ മറ്റ് പട്ടണങ്ങളിലേക്കും നഗരങ്ങളിലേക്കും നിരവധി KSRTC ബസ്സുകളുണ്ട്.